നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കള്ളനും കവർച്ചക്കാരനുമായ ചെകുത്താൻ സുനി. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്: ആടുകളുടെ വഴിയെ അല്ലാതെ വേറെ വഴിയെ വരുന്നവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ്. അവന് നേരായ ഒരു പാത കാണുകയില്ല. അവൻ കുറുക്കു വഴി എന്ത് ചെയ്യും? ഉപയോഗിക്കും. കുറുക്കു വഴി ഉപയോഗിക്കുന്നവരെ വളരെ വ്യക്തമായി സൂക്ഷിക്കണം. നേരെ വാ നേരെ പോ എന്ന് പറയുന്നതിനെ കുറിച്ച് അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന സത്യങ്ങൾ സംസാരിക്കും. എന്നാൽ ആരെയും വളഞ്ഞ വഴിയിൽ പിടിക്കുന്ന പരിപാടി നമുക്കില്ല. ആരുടെയും ബെഡ്റൂമിനകത്ത് കയറുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പക്ഷേ ചെകുത്താൻ സുനി, ചെകുത്താൻ സുനി അങ്ങനെയല്ല. അവൻ കള്ളം വാ തുറന്നാ കള്ളം പറഞ്ഞുകൊണ്ട് ആൾക്കാർ നേരിടുന്നു. പ്രത്യേകിച്ച് അസംബ്ലി സെക്രട്ടറി സൂപ്രണ്ടായ TJ ശൗമലിനെ ഉറക്കപ്പായിൽ വിളിച്ച് പഠിച്ചവനാണ് ഈ ചെകുത്താൻ സുനി. വേറെ എന്തിനു പറയുന്നു? ആരോപണ വിധേയനായ ഒരു പാസ്റ്ററെ പോലും ഇവൻ കൺവെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറ്റിച്ച്, എന്നിട്ട് അവരുടെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അവന്റെ ചാനലിൽ ഇട്ടു. അപ്പോൾ നേരെ വാ നേരെ പോ അവൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൺവെൻഷൻ ഉണ്ട്, ഞാൻ ചർച്ചിലാണ്, ചർച്ചിലെ ഗ്രൂപ്പിൽ വന്നു, ഇങ്ങനെയൊക്കെയാണ് കേൾക്കണ്ടേ? അതെ, അവൻ കള്ളൻ മാത്രമല്ല, അവൻ കവർച്ചക്കാരനുമാണ്. I ചെകുത്താൻ സുനി ഒരു പാസ്റ്ററെയും അസംബ്ലി സെക്രട്ടറി സൂപ്രണ്ടിനെയും വിളിച്ച് പറ്റിച്ച് പേര് മാറ്റി പറഞ്ഞു വ്യക്തമായ രീതിയിലുള്ള നാമം പറയാതെ, ഞാൻ ഇന്നവനാണെന്ന് പരിചയപ്പെടുത്താതെ അവൻ പറ്റിച്ചെടുത്ത ഒരു ഫോൺ കോൾ കാണുക. ആ ദേവദാസനെയും ആ സൂപ്രണ്ടിനെയും ഇവ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവൻ കള്ളൻ മാത്രമല്ല, ഇവൻ കവർച്ചക്കാരനുമാണ്. നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. ജോൺസൺ. ആരാണ്? ഞാൻ മാത്യുവാ. മനസ്സിലായില്ല, ഞാൻ വണ്ടി ഓടിക്കുവായിരുന്നു. അർജന്റാ. പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു, തിരുവനന്തപുരത്തെ. പറഞ്ഞു. നമുക്ക് ഇവിടെ ഒരു സുശേഷ ഒരു യോഗം ഉണ്ടായിരുന്നേ. അടുത്ത വരുന്ന ഈ ഞായറാഴ്ച, അതിന്റെ അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 തൊട്ട് 9 വരെ. അന്നേരം വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ആരാ വിളിക്കുന്നത്? എന്റെ പേര് മാത്യു. നമ്മുടെ മറ്റേ ചെങ്കൽച്ചൂള ഇല്ലേ? ചെങ്കൽച്ചൂള അതിന്റെ അടുത്ത് നമ്മളൊരു സ്റ്റേജ് നമ്മൾ ഒന്ന് കിട്ടുന്നുണ്ട്. എന്തോ പരസ്യയോഗം ഒരു 10-200 പേര് വരും. അതിന്റെ ഇതെല്ലാം ഞാൻ ഇട്ട് തരാം. അതിന്റെ ലൊക്കേഷനേ ലൊക്കേഷനൊക്കെ ഞാൻ ഇട്ട് തരാം. പിന്നെ ഞാൻ ബന്ധപ്പെടുകയും ചെയ്തോളാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാ അതിന്റെ അന്നേരം ഒരു കാര്യം നമുക്ക് സിസ്റ്റം എല്ലാം ഇവിടെ ഉണ്ട്. ഒരു ചെറിയൊരു കൊയറും ഉണ്ട്, ബാക്കി പോഡിയം ഉണ്ട്, ബാക്കി എല്ലാ ക്രമീകരണവും നമ്മൾ ചെയ്തോളാം. അന്നേരം പാസ്റ്ററെ ഒരു ശുശ്രൂഷ. അന്നേരം നമുക്കൊരു 6 തുടങ്ങി ഒരു 8-8:30 തീർക്കാവുന്ന രീതിയിൽ ഒരു പരിപാടിയാ. എന്തോ എന്നാലും ഒരു ഏകദേശം നമുക്ക്, കാരണം അറിയാലോ നമ്മൾ ഒരു ചെറിയ കൂട്ടായ്മയാണ്, അന്നേരം നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണല്ലേ. എന്നാലും നമ്മൾ അത്രയും ദൂരം നിന്ന് വരുന്നതല്ലേ, കറ്റാനത്തിൽ നിന്നല്ലേ വരുന്നത്? അന്നേരം അവിടുന്ന് വണ്ടിക്കാണോ വരുന്നത് അതോ എങ്ങനെയാ വരുന്നത്? ഞാൻ ഒരു വണ്ടിക്ക് വരത്തില്ല, തിരുവനന്തപുരമല്ലേ വരുന്നേ. ചിലപ്പോ അല്ലാതെ ബസ്സിനോ ട്രെയിനോ വന്നോളാം. വരാമല്ലേ? അത് സൗകര്യം പോലെ വന്നോളാം, കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലോ. പിന്നെ ഇത് ഇവര് പാസ്റ്റർക്കെതിരെ ഒരു മറ്റൊരു വീഡിയോ ഇറക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ പാസ്റ്ററെ? വീഡിയോ കണ്ടോ നിങ്ങള്? അത് എന്നെ അല്ല, ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചർച്ചയിൽ തന്നെ ഉള്ളൊരു കക്ഷിയെ എനിക്ക് ഇട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ അതിനകത്ത് എന്തെങ്കിലും വല്ല പാരയോ പണിയോ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനകത്തൊരു പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാ സത്യത്തില്. അതിന്റെ ദൈവം പറയുന്ന സത്യമാണ് അതിന്റെ കാര്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഇപ്പോഴും ആരോപണത്തോട് എനിക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് നമുക്ക് അറിയാവുന്നൊരു സംഭവിച്ചു. നമ്മൾ വാഹനം കൊണ്ടുകൊണ്ട് ഒരു കൊച്ച്, അത് തന്നെ എന്നെ മോളാകാൻ പോലും പ്രായമില്ലാത്തൊരു കൊച്ച്, 18 വയസ്സുള്ള ഒരു കൊച്ചാണ് അതിനകത്ത് പറയുന്നത്, വീഡിയോ കാണുന്നത്. 18 അല്ല 19 വയസ്സും.
ആണോ? ആ ആഹാ. പാസ്റ്റർ ചർച്ചയിൽ തന്നെ ഉണ്ടായിരുന്നതാണോ? അതോ എന്തോ അന്നേരം എനിക്ക് ഇവന്മാരോട് ചോദിക്കുമ്പോൾ പറയാമല്ലോ എന്താ സംഭവം എന്ന്. പറഞ്ഞു. അല്ല വേറെ ഇതല്ല, ഈ വേറെ രണ്ടുപേരേ ഉള്ളൂ, ബാക്കി ആൾക്കാരൊന്നും പ്രോബ്ലം അല്ല. ഇപ്പൊ അറിയാമല്ലോ, ഏതൊരു കൂട്ടായ്മയാണേലും പ്രശ്നക്കാരുണ്ടല്ലോ. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കുഴപ്പമില്ല. അല്ല, നമുക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ല. ഇപ്പം ഇവന്മാര് ഞാൻ പറയേ, അന്നേരം നമുക്കും തോന്നിയത് ഇത് നമ്മുടെ പരിപാടി പൊളിക്കാൻ വേണ്ടിയേ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇതുകൊണ്ട് ഞാനിപ്പം എല്ലായിടത്തും പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല, ഇവിടെ വേറെ പ്രശ്നമില്ല. ഇവിടെ വേറെ ആയിരുന്നല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കക്ഷിയുണ്ട്, അവൻ എന്റെ ഇതിലേക്ക് ഇട്ടതെന്നാ. രണ്ടുപേരെങ്കിലും എതിരുണ്ടെങ്കിൽ അതൊന്ന് വിട്ടേര്, അത് കുഴപ്പമില്ല. ഇല്ല, ഒരാളേ ഉള്ളൂ അതിനകത്ത്, വേറെ ഇതൊന്നുമില്ലേ. വേറെ ആരും നമ്മുടെ ആളുകൾക്കൊന്നും അറിയത്തില്ല ഈ വിഷയം ഒന്നും. ഇത് എന്റെ ഒരു അറിവിന് വേണ്ടി ചോദിക്കുക, ഇത് എങ്ങനെ നമ്മുടെ ചർച്ചയിൽ തന്നെയുള്ള പെങ്കൊച്ചാണോ അത്? ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞ അതിനകത്ത് വലിയ കാര്യമില്ല. പിന്നെ മറ്റേ ഈ സംസാരിക്കുന്ന ആരാ പാസ്റ്ററോട്? മറ്റേ വീഡിയോ സംസാരിക്കുന്ന ആരാ? ഇവരുടെ കൊച്ചിന്റെ തള്ളവല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൊണ്ടൊന്ന് കൂട്ടാരായി കൊടുക്കുന്നു. പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപാടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെ? പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപാടായിരുന്നു, പൈസ മേടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപാട് അത് നടത്തിയത്. ഗുണ്ടയുടെ കൈ കൊണ്ടുകൊടുത്തു. അല്ലെങ്കിൽ അവൾ അവരുടെ അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ പോലെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുകയും ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്റെ നേതൃത്വത്തിനുള്ള സെക്ഷനിലോ വല്ലതും കൊടുത്താൽ പോരെ. ഇവിടെ നേരെ കൊണ്ടുവന്ന് ഇത് വീഡിയോ എടുത്തിട്ട് എന്റെ കൂടെ കാറെ വന്ന കൂട്ടത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് അത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഒറിജിനൽ അതല്ല സാധനം. അതവര് അവിടെ എന്നെ ഒരു ഗുണ്ടയുടെ അവിടെ കയറ്റി സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. അതെന്തോ റെയിൽവേ സ്റ്റേഷൻ പോലെ തോന്നുന്നു. നിൽക്കുന്ന സ്ഥലം ഏതായിരുന്നു? അത് അവിടെ കോഴിക്കോട് നല്ലൊരു സ്ഥലമാണ്. കോഴിക്കോട് നല്ലൊരു സ്ഥലം. ആക്രമിക്കുകയും ചെയ്തോ? പാസ്റ്ററെ തല്ലുകയും ചെയ്തോ? തല്ലാനും പിടിക്കാനൊന്നും വന്നില്ല, അടിയൊന്നുമില്ല. അമ്മ എത്ര പൈസ വല്ലതും ചോദിച്ചോ? പൈസയ്ക്ക് വേണ്ടി ആയിരുന്നു. അപ്പൊ അതൊക്കെ പിന്നീട് അതൊക്കെ അങ്ങ് പൊളിഞ്ഞു. അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ആ പെൺകുട്ടി തന്നെ അവനെ തന്നെ മൂറ്റിന്ന് പറഞ്ഞാൽ മതി. പാസ്റ്റർ അവളെ ഉമ്മ വെച്ചെന്നോ കടിച്ചെന്നോ ഒക്കെ ആയിരുന്നത് പറയുന്നത്. അതൊക്കെ പറയും. ഒരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും പറയാമല്ലോ. അതിന്റെ വീഡിയോ ഒക്കെ അവരുണ്ടോ? വണ്ടി വെച്ച് വീഡിയോ എടുത്തോ? അതിപ്പോ ഞാൻ ചായ വേണമെന്ന് ചോദിച്ചത് തുടങ്ങി തട്ടിയ ഒരു സാധനമേ ഉള്ളൂ. അതാണ് മെയിൻ. ചായ വേണമെന്ന് ചോദിച്ചു. ചായ വെച്ച് കുടിക്കുകയും ചെയ്തു. ചായയും കുടിച്ചു. രണ്ടുപേരും വണ്ടിക്കകത്ത് കയറി വീട്ടിൽ കൊണ്ടുവിട്ടു. അതാ വിഷയം. അത് ആണ് അവൾ കൊണ്ടുകൊടുത്തത്. അപ്പം പോസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇമാർ എന്നെ ഒതുക്കാൻ നോക്കിയതായിരുന്നു സംഭവം. പാസ്റ്റർ പിന്നെ എന്തുകൊണ്ടാ അവിടെ ഏജിന്ന് മറ്റേ ഇത് റിസൈൻ ചെയ്തെന്ന് പറയുന്നു? റിസൈൻ ചെയ്തോ? ഞാൻ റിസൈൻ ചെയ്തിട്ടില്ലല്ലോ. അവരാ പറഞ്ഞത്. ഇപ്പോഴും ഉണ്ടോ? സഭയിലുണ്ടോ? അവർക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയായിരിക്കും. അവരോടൊന്ന് ചോദിക്കും ആരാണെങ്കിലും. ഇങ്ങനെ ഈ സുവിശേഷ പരിപാടിക്ക് പോകുമ്പോ ഇങ്ങനെ പെമ്പിളാരെ കണ്ടാ കടിക്കാനോ പിടിക്കാനോ ഒക്കെ തോന്നുവോ? അതെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. പ്രൈസ് ലോർഡ്. ഗുഡ് ഈവനിങ് പാസ്റ്റർ. ഞാൻ വിളിച്ചത് കറ്റാനം പാസ്റ്റർ ഉണ്ടല്ലോ, ജോൺസൺ ചാക്കോ. പുള്ളിയെ നമ്മുടെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നോ? എന്റെ പേര് മാത്യു എന്നാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാ. പുള്ളിയുടെ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലൊക്കെ വന്നേ. അന്നേരം ഇങ്ങനെ അറിഞ്ഞു. അന്നേരം ഇയാളെ പുറത്താക്കി എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അന്നേരം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ച. കറ്റാനം ചർച്ചിന്റെ ട്രൂ ലൈറ്റ് ചർച്ചോ? അദ്ദേഹം ഇവിടുന്ന് ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ 3-4 മാസമായില്ല അദ്ദേഹം പുറത്തു പോയിട്ട്. അതെ, അവിടുന്ന് മറ്റേ ആ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പുറത്തു പോകുമായിരുന്നോ? നമ്മൾ സഭ പുറത്താക്കിയതാണോ? നമ്മൾ പുറത്താക്കിയായിരുന്നു.